അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ 17 എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. പരിശുദ്ധ റമദാൻ മാസത്തിലെ 17ാമത്തെ രാവ്, ബദർ രണാങ്കണം. സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞ ഒരു മഹായുദ്ധം. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഹക്ക് വിജയിച്ചു, ബാത്തിൽ പരാജയപ്പെട്ടു. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തൻ കസീറ. ചെറിയ ഒരു സൈന്യം വലിയൊരു സൈന്യത്തെ തോൽപ്പിച്ച ഒരു മഹായുദ്ധം. ശത്രുക്കൾ, ആയിരക്കണക്കിന് ശത്രുക്കൾ മക്കയിൽ നിന്ന് വരികയാണ്. ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. തുടരെ മദ്ദളവും മൊരശോട് മറുവറ്റകളും ബജയൊട് തുടികൾ ദഫുകളും കൈമണ്ണി തുടികൾ താശകളാൽ കൊടുമ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പ് ചങ്കുകളാൽ തകൃതികൾ കോള് താളമ ഓടിച്ചാടിയും സെപ്പ് നിപ്പുകളാൽ ചേലുരിത്തിരി തത്തിരിത്തിരി രിവിളിക്കുശലാൽ പെരുവിളി ചണ്ടടണ്ടട ഒറ്റടുണ്ടുടു രണ്ട് മുട്ടുകളാൽ ഇടയിൽ കൈമണ്ണി കിണിലു കിണിൽ കിണിൽ തുടര കിന്നാരം ചലക്ക ചല ചല തുടികൾ ബമ്പലു ബമ്പൽ ബമ്പൽ തപ്പ് ദന്തിലി ദിൽ 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 വികൃതിയെത്തിര ബണ്ണം ചമർദ്ദവുത്തിരയുന്നം ബഗചുരുക്കി ഞാൻ ഉന്നൈ. ശത്രുക്കൾ ബദർ രണാങ്കണത്തിലേക്ക് വരുന്ന ആവേശമാണ് കണ്ടത്. പക്ഷേ പൊട്ടിയ വാളും കാരക്ക തിന്ന് ജീവിച്ച് നോമ്പ് പിടിച്ച മഹാന്മാരായ സ്വഹാബത്തും 313, 325 എന്ന് പറയപ്പെടുന്നുണ്ട്. ചീഫ് കമാൻഡർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബദർ രണാങ്കണത്തിൽ അവരൊത്തുകൂടി. ശക്തമായ യുദ്ധം നടന്നു. വലിയ വലിയ സൈന്യങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി. അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത് തുടങ്ങിയ കിങ്കരന്മാരൊക്കെ ചത്തൊടുങ്ങി, കൊന്നൊടുക്കി. സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച മഹായുദ്ധം. ഈ ദിവസത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ ഓർക്കേണ്ടതാണ്. കാരണം ആ മഹാന്മാരായ സ്വഹാബത്ത് അന്ന് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദീൻ പറയാൻ കഴിയില്ലായിരുന്നു. ജാദു ബി അംവാലിം വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി വസുവത്തി. സ്വന്തം ശരീരം ദീനിനു വേണ്ടി അങ്ങ് കൊടുത്തു. ദീൻ നിലനിൽക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം. ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ അവർ രണാങ്കണത്തിലേക്ക് ഇറങ്ങി. അള്ളാഹുവിൻ്റെ മലക്കുകൾ ആകാശലോകത്തിന് നിറങ്ങി അവരെ സഹായിച്ചു. ഇഖ്ലാസോടുകൂടെ അവർ രംഗത്തിറങ്ങി. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഭയങ്കര യുദ്ധം നടക്കുകയാണ്. പക്ഷേ പൊട്ടിയ വാളും പട്ടിണി പാവങ്ങളായ സ്വഹാബത്തും അതൊന്നും വകവെക്കാതെ പരിശുദ്ധ ദീൻ നിലനിൽക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ശത്രുക്കളോട് പടപൊരുതി. ഇസ്ലാം എന്നത് വാളുകൊണ്ട് പ്രചരിപ്പിച്ചതല്ല, മറിച്ച് ബദർ രണാങ്കണം സഹിക്കവയ്യാതെ, ശത്രുക്കളുടെ അക്രമം സഹിക്കവയ്യാതെ, നിൽക്കക്കള്ളിയില്ലാതെ, മദീനത്ത് പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ പ്രതിരോധിക്കാൻ ഇസ്ബിറു വസ്വാബിറു വറാബിത്തു, നിങ്ങൾ ക്ഷമിക്കുക, ആദ്യം ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, എന്നിട്ട് നിങ്ങൾ സജ്ജരാവുക. ആ സജ്ജരാവലാണ് അന്ന് നടന്നത്. കാരണം പരിശുദ്ധ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ
അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ മഹാന്മാരായ ശുഹദാക്കൾ ബദരീങ്ങളെ ഓർക്കണം നാം. കാരണം അവരാണ് നമുക്ക് ദീൻ പറയാൻ അവസരം തന്നത്. അവരെ കൊണ്ടാണ് സത്യത്തിൽ പരിശുദ്ധ ദീൻ നിലനിന്നത്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله അഫ്വാജ. മുത്ത് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ജന്മനാട്ടിൽ നിന്ന് പോലും ആട്ടിപ്പായിപ്പിച്ച് വേദനയോടുകൂടെ മദീനത്തേക്ക് പോയ റസൂലുള്ള ആവേശത്തോടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന ആ മഹത്തായ സംഭവം, സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞ ഒരു മഹായുദ്ധം, ആ യുദ്ധം നടന്ന പരിശുദ്ധമായ ബദറിനെ ഓർക്കണം. ബദർ മറക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. ബദറിനെ അനുസ്മരിക്കാതെ ഒരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. വല്ലാത്തൊരു അത്ഭുതം നടന്ന ഒരു മഹായുദ്ധമാണത്. ആ യുദ്ധത്തിലേക്ക് പരിശുദ്ധമായ റമളാൻ മാസത്തിലെ 17-ാമത്തെ രാവ്, 17-ാമത്തെ ദിവസം രാത്രി പാതിരക്ക് അത്താഴത്തിന് 1-2 കാരക്ക തന്ന് ജീവിച്ച മഹാന്മാരായ സ്വഹാബത്ത്, പട്ടിണിപ്പാവങ്ങളായ സ്വഹാബത്ത്, ആയുധശേഷിയില്ലാത്ത സ്വഹാബത്ത് രണാങ്കണത്തിലേക്കിറങ്ങിയ ചരിത്രവിസ്മയമാത്മകായ ഒരു മഹാസംഭവം, ചരിത്ര തുല്യതയില്ലാത്തൊരു മഹാസംഭവം നടന്ന ബദർ രണാങ്കണത്തെ ഓർക്കണം. ആ ഓർക്കുന്ന ബദർ രണാങ്കണത്തിലും ബദർ ശുഹദാക്കൾക്കെതിരെ അതിൻ്റെ അധികാരമായി ബദർ ശുഹദാക്കളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയും അവരുടെ പാത പിൻപറ്റുകയും ആ ബദരീങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തടക്കമുള്ളവർക്കെതിരെ ശക്തമായ പോരാട്ടം നടന്ന ആ മഹായുദ്ധം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരട്ടെ. അസ്സലാമു അലൈക്കും.